All my dear students, നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ബേസിക് എക്കണോമിക് ടൂൾസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ആയിരുന്നു അല്ലേ. എന്തൊക്കെയായിരുന്നു കോൺസെപ്റ്റുകൾ, തിയറീസൊക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്രിമെൻ്റലിസം, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്, പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്, ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനും ഒരു മാനേജീരിയൽ ഇക്കണോമിസ്റ്റ് ഉണ്ടായിരിക്കും, മനസ്സിലായോ? അദ്ദേഹത്തിന് മാനേജ്മെൻറ്റിൻ്റെ ഡെസിഷൻ മേക്കിങ്ങിന് സഹായിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ റോൾ എന്നുള്ളത്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിസ്റ്റ് ഹാസ് എ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഫോർ ദി ഡെസിഷൻ മേക്കിംഗ് ഫോർ ദി മാനേജ്മെൻറ്റ് ആൻഡ് ഡെസിഷൻ മേക്കിംഗ് പ്രോസസ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ് അല്ലേ. ഒരു പ്ലാൻ ഉണ്ടാക്കാനും അതേപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഒരു സഹായിക്കുക എന്നുള്ള അതിന് മെയിൻ ഉത്തരവാദിത്തമുള്ള ആളാണ് ഒരു മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷൻ, റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. ടു അഡ്വൈസ് ദ ഫേം ഓൺ മാറ്റേഴ്സ് ഓഫ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പർച്ചേസുകളും കാര്യങ്ങളും നടത്തുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുക. അപ്പോൾ ഏത് ക്വാളിറ്റി സാധനം വാങ്ങണം, ഏത് പ്രോഡക്റ്റ് വാങ്ങണം, എന്ത് വാങ്ങണം എന്നൊക്കെ കൃത്യമായിട്ടൊരു ഐഡിയ കൊടുക്കുക. ആൻഡ് ടു അഡ്വൈസ് ദ ഫേം ഓൺ മാറ്റേഴ്സ് ഓഫ് ഫിനാൻസ്, ടെക്നോളജി, മോഡേണൈസേഷൻ എക്സെട്ര. സ്ഥാപനങ്ങൾക്ക് അത് ഫിനാൻസ്, ടെക്നോളജി, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഉപദേശങ്ങൾ നൽകുക. എങ്ങനെ സാമ്പത്തികം എങ്ങനെ ഉപയോഗിക്കണം, സാങ്കേതിക വിദ്യ എങ്ങനെ ആയിരിക്കണം, അത്തരം കാര്യങ്ങളൊക്കെ. ടു സജസ്റ്റ് വേസ് ആൻഡ് മീൻസ് ടു എക്സ്പാൻഡ് ദ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡുകളും എങ്ങനെ പോകണം, ഏതൊക്കെ രീതിയിലൂടെ പോകണം എന്ന് കൃത്യമായിട്ട് ഐഡിയ കൊടുക്കുക, ആശയങ്ങൾ കൊടുക്കുക. ടു റെക്കമെൻഡ് to the research and development department to find out techniques to reduce cost and increase competitive strength. ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും റെക്കമെൻഡേഷനും കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ചിലവ് കുറച്ച് മാക്സിമം എന്ത് ചെയ്യുക, കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഉപദേശം കൊടുക്കുക. ടു പ്രൊമോട്ട് എംപ്ലോയർ റിലേഷൻഷിപ്പ്, കൃത്യമായിട്ടുള്ള എംപ്ലോയർ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക, ഇതാക്കുക. ടു ആക്ട് ആസ് എ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ടു ദ ബിസിനസ്മാൻ. കൃത്യമായിട്ടുള്ള ബിസിനസ്സിൻ്റെ ബോസിന് അല്ലെങ്കിൽ ഓണർക്ക് എന്താകുക, ഒരു ഉപദേശിയാകുക, ഗൈഡാകുക, ഫിലോസഫറാകുക, ഫ്രണ്ടാകുക, ആ കാര്യങ്ങൾ അങ്ങനെ എന്ത് ചെയ്യുക, ഒരു അദ്ദേഹത്തിന് കൃത്യമായിട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങളും തീർത്തു കൊടുക്കാനുള്ള രീതിയിലേക്ക് ആക്കുക എന്നുള്ളത്. ടു ഇൻറ്റഗ്രേറ്റ് വാരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഫേം, സ്ഥാപനത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. ടു അനലൈസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓഫ് ദി ഫേം, പുറത്തുള്ള ഫാക്ടേഴ്സുകളൊക്കെ എന്താണ് സ്ഥാപനത്തിന് അനുകൂലമായ സാഹചര്യങ്ങളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എക്കോണമിയിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ, ലോയിൽ വല്ല പ്രശ്നമുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. ടു ഇൻ്റർപ്രറ്റ് ചേഞ്ചിങ് സിനാരിയോ ഓഫ് ബിസിനസ് ആൻഡ് ഐഡൻറ്റിഫൈ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. കൃത്യമായിട്ടുള്ള പുതിയ അവസരങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക, ഇതാക്കുക എന്നുള്ളതാണ്. ടു ഇൻ്റർപ്രറ്റ് ചേഞ്ചിങ് സിനാരിയോ ഓഫ് ബിസിനസ് ആൻഡ് ഐഡൻറ്റിഫൈ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ അവസരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ടു ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ മേക്കിംഗ് റൈറ്റ് ചോയ്സ്, മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുക, യഥാർത്ഥ ചോയ്സ് തിരഞ്ഞെടുക്കാൻ മാനേജ്മെൻറ്റ് സഹായിക്കുക. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു KJW അലക്സാണ്ടർ ആൻഡ് AJ കെംപ്, അവരുടെ രീതിയിൽ റോൾ ഓഫ് മാനേജീരിയൽ എക്കണോമിസ്റ്റ് എന്തൊക്കെയാണ്? സെയിൽസ് ഫോർകാസ്റ്റിംഗ്, കൃത്യമായിട്ടുള്ള സെയിൽസ് ഫോർകാസ്റ്റിംഗ് ചെയ്യുക, മാർക്കറ്റ് റിസർച്ച് ചെയ്യുക, പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് ചെയ്യുക, എക്കണോമിക് അനാലിസിസ് ഓഫ് കോമ്പറ്റിംഗ് ഇൻഡസ്ട്രീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ, സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് അനലൈസ്, അഡ്വൈസ് ഓൺ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ്, അഡ്വൈസ് ഓൺ ട്രേഡ്, എൻവയോൺമെൻറ്റൽ ഫോർകാസ്റ്റിംഗ്, ഇക്കണോമിക് അനാലിസിസ് ഓഫ് അഗ്രികൾച്ചർ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് ഇതിലുള്ളത്, റോളുള്ളത്. സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യുക, മുൻകൂട്ടിയാണ് എന്ത് സെയിൽസ് കാണുക. ഇപ്പോൾ ഇത്ര വരും അടുത്ത, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അടുത്തത് വേറെ സീസൺ വരാൻ പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ 2022 ഖത്തറിലൊരു വേൾഡ് കപ്പ് വരാൻ പോകുന്നുണ്ട്, ഫുട്ബോൾ വേൾഡ് കപ്പ് വരാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായിട്ട് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഖത്തറിലേക്ക് വരും, എന്തിന്, കളി കാണാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും ഈ സാഹചര്യത്തിൽ അവിടെ ഒരുപാട് റൂമുകൾക്ക് ആവശ്യമുണ്ടാകും. ഇതൊക്കെ മുൻകൂട്ടി കാണും. ഇപ്പോൾ ഒരു ഹോട്ടലുകാരും കാണുന്നത് ഇവിടെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരാണ്ട് സ്വാഭാവികമായിട്ട് ആളുകൾ വരുന്നു. അപ്പോൾ കുറച്ച് റൂം അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉള്ള റൂമിൽ ആളുകൾക്ക് ഫെസിലിറ്റീസ് കുറച്ച് അധികം രീതിയിലേക്ക് ആക്കി കൊടുക്കുക. ഇങ്ങനെ കാര്യങ്ങൾ മുൻകൂട്ടി കാണുക എന്നുള്ളതാണ് സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യുക. മാർക്കറ്റ് റിസർച്ച് ചെയ്യുക, പുതിയ മാർക്കറ്റുകൾ തേടുക, മാർക്കറ്റിൽ ഇഷ്യൂസ് കാണുക, പ്രശ്നങ്ങൾ കാണുക, അത് പരിഹരിക്കുക, കാര്യങ്ങൾ ചെയ്യുക. ദെൻ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ചെയ്യുക, ഇക്കണോമിക് അനാലിസിസ് ഓഫ് കോമ്പറ്റിംഗ് ഇൻഡസ്ട്രീസ്, കൃത്യമായിട്ട് ഇതാക്കാം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി കാര്യങ്ങളൊക്കെ കേട്ടോ. ദെൻ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്, എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി? ടു അണ്ടർസ്റ്റാൻഡ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ബിസിനസ്,
ഈ സ്ഥാപനം എന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഇവർക്ക് മനസ്സിലാവണം. എന്താണ് റെസ്പോൺസിബിലിറ്റി, അതാണ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക മനസ്സിലാക്കുന്നത്. ടു ബ്രിങ് റീസണബിൾ പ്രോഫിറ്റ് ടു ദ കമ്പനിക്ക് കൃത്യമായിട്ടുള്ള ഒരു മാന്യമായിട്ടുള്ള ലാഭം ഉണ്ടാക്കി കൊടുക്കുക, അത് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എങ്ങനെ റെസ്പോൺസിബിലിറ്റി, ചിലവ് കുറക്കാനുള്ള ഉപദേശങ്ങൾ മാക്സിമം കൊടുത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്ത് കൃത്യമായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ലാഭം ഉണ്ടാകും. അപ്പോൾ അത് അക്യൂറേറ്റ് അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തൽ ഇവിടെ ഉത്തരവാദിത്തം. ടു ബ്രിങ് റീസണബിൾ പ്രോഫിറ്റ് ടു ദ കമ്പനി. ടു മേക്ക് അക്യുറേറ്റ് ഫോർകാസ്റ്റ്, കൃത്യമായ ഫോർകാസ്റ്റ് കൊണ്ടുവരിക. ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ കോൺടാക്ട് വിത്ത് ഔട്ട്സൈഡേഴ്സുമായിട്ട് എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് അതിൻ്റെ കോൺടാക്ട് എന്ത് ചെയ്യുക. ടു കീപ് ദ മാനേജ്മെൻറ്റ് ഇൻഫോംഡ്, ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, എല്ലാ വിവരങ്ങളും ഇൻഫർമേഷൻ എന്ത് കൊടുക്കുക എന്നുള്ളത്. ടു പ്രിപ്പയർ സ്പീച്ച് ഫോർ ബിസിനസ് എക്സിക്യൂട്ടീവ്സിന് ആവശ്യമായിട്ടുള്ള പ്രസംഗങ്ങളെ ഇത് തയ്യാറാക്കി കൊടുക്കുക. ഇനി അടുത്താണ് ഡെസിഷൻ മേക്കിംഗ്. എന്താണ് ഡെസിഷൻ മേക്കിംഗ് നോക്കാം. ഇറ്റ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യമുള്ള കാര്യമാണ്. അല്ല, ഈ മാനേജ്മെൻറ്റ് എന്നല്ല, ഒരു ഫാമിലി ആണെങ്കിലും ഒരു കൂട്ടമായിട്ടുള്ള പ്രവർത്തനമാണെങ്കിൽ ആ കൂട്ടമായിട്ടുള്ള കാര്യത്തിൽ ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡെസിഷൻ മേക്കിംഗ് ഈസ് എ കീ പാർട്ട് ഓഫ് മാനേജേഴ്സ് ആക്ടിവിറ്റീസ്. മാനേജേഴ്സിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ മെയിൻ ഒരു പരിപാടിയാണ് എന്ത്, തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത്. മാനേജറോടാണ് ചോദിക്കുക തീരുമാനങ്ങൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഡെസിഷൻ ഈസ് എ ചോയ്സ് മെയ്ഡ് ഫ്രം അവൈലബിൾ ആൾട്ടർനേറ്റീവ്. അല്ലേ, നമ്മുടെ മുന്നിൽ 4-5 ഓപ്ഷൻ ഉണ്ടാവും, ആ ഓപ്ഷനിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നിൽ തീരുമാനം, ഡെസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു 3 ഫോണുകൾ തന്നു. ഒരു ഐഫോൺ തന്നു, ഒരു ലെനോ അല്ലെങ്കിൽ എന്താ പറയുക OnePlus തന്നു, ഒരു എന്തെങ്കിലും നല്ല സ്മാർട്ട് ഫോൺ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നു, സാംസങ്ങിൻ്റെ ഒരു ഫോൺ തന്നു. നിങ്ങളുടെ മുമ്പിൽ 3 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, ഏതെങ്കിലും ഒരു ഫോൺ എനിക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനിൽ തിരഞ്ഞെടുക്കാം. സോ വി ഹാവ് ടു ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഡെസിഷൻ അല്ലേ. അപ്പോൾ ഞാനൊന്നൊരു ഫോൺ എടുത്തു, ആ എടുക്കലാണ് എൻ്റെ ഡെസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് പറഞ്ഞത് ആൾട്ടർനേറ്റീവ്സിനിടയിൽ എന്ത് ചെയ്യുക, ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഇറ്റ് റെപ്രസെൻറ്റ് എ കോഴ്സ് ഓഫ് ആക്ഷൻ അബൌട്ട് വാട്ട് മസ്റ്റ് ഓർ മസ്റ്റ് നോട്ട് ബി ഡൺ. എന്ത് ചെയ്യണം എന്ന് ചെയ്യണ്ട എന്ന് കൃത്യമായിട്ട് തീരുമാനിക്കുന്ന പ്രോസസ്സാണ് എന്ത്, ഡെസിഷൻ മേക്കിംഗ്. നമ്മളെങ്ങനെ നോക്കും, നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യും, അതെ ഞാൻ എന്ത് ചെയ്യും, അത് വിശദമായിട്ട് പഠിക്കും, നോക്കും ഏത് ഫോണാണ് നല്ലത്, ഈ ഫോണിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, അപ്പോൾ ഇത് വേണ്ട അല്ലെങ്കിൽ അത് വേണ്ട. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഐ ഷുഡ് ഹാവ് ടു ചൂസ് ദ ബെസ്റ്റ് വൺ. ഞാൻ ബെസ്റ്റ് വൺ എന്ത് ചെയ്യും, ചൂസ് ചെയ്യും അല്ലേ, അത്രേ ഉള്ളൂ. ഡെസിഷൻ മേക്കിംഗ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് വൺ. അതാണ് എന്താണ് ഡെസിഷൻ മേക്കിംഗ്, എന്താണ്, ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് സെലക്ടിങ് വൺ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. അതാണ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം 2 or more alternatives. 2-3 ആൾട്ടർനേറ്റീവ്സ് അടിയിട്ട് എന്ത് ചെയ്യുക, ഒരു എടുക്കുകയാണ്. ടു അച്ചീവ് എ സ്പെസിഫിക് ഒബ്ജക്റ്റ്. എന്തിനാണ്, ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സോൾവ് എ പ്രോബ്ലം, ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലുള്ള 4-5 ഓപ്ഷനിൽ നിന്ന് ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കൽ എന്നതാണ് എന്താ പറയുക, ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ ഡെഫിനിഷൻ ഓഫ് ഡെസിഷൻ മേക്കിംഗ്. എന്താണ് ഡെഫിനിഷൻ എന്താ നോക്കാം. അക്കോർഡിംഗ് ടു J.W. Duncan, decision making is the process of choosing a course of action from 2 or more alternatives. ഒന്നും പാടി നോക്കാം, വേറൊരു ഡെഫിനിഷൻ കൂടിയുണ്ട്, അതുകൂടി പരിശോധിക്കാം. അക്കോർഡിംഗ് ടു ജെയിംസ് ടോണർ, ഡെസിഷൻ മേക്കിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് ആൻഡ് സെലക്ടിങ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ടു സോൾവ് എ സ്പെസിഫിക് പ്രോബ്ലം. എന്താണ് ജെയിംസ് ടോണർ പറയാണ്, ഡെസിഷൻ മേക്കിംഗ് പറഞ്ഞാൽ ഇസ് എ പ്രോസസ്സാണ്, ഒരു പ്രോസസ്സാണ്. എന്താണ്, ഓഫ് ഐഡൻറ്റിഫൈയും, ഒരു കണ്ടെത്താൻ, സെലക്ട് ചെയ്യുന്നു, എ കോഴ്സ് ഓഫ് ആക്ഷൻ, ഒരു പ്രവർത്തനങ്ങൾ, എന്താണ്, ടു സോൾവ്, എന്തിനു വേണ്ടിയിട്ടാണ്, ടു സോൾവ് എ സ്പെസിഫിക് പ്രോബ്ലം, ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ തിരഞ്ഞെടുക്കൽ, ഐഡൻറ്റിഫൈ ചെയ്ത് തിരഞ്ഞെടുക്കുന്നതിന് എന്താ പറയുക, ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ജെയിംസ് ടോണറുടേതാണ്. സിമ്പിളായിക്കൊണ്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ഷൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ഡെസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, അനലൈസ് ആൻഡ് ഡിഫൈൻ പ്രോബ്ലം ഓർ ഓപ്പർച്യൂണിറ്റി. എങ്ങനെയാണ്, നമ്മൾ ഫസ്റ്റ് പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തു, അനലൈസ് ആൻഡ് ഡിഫൈൻ പ്രോബ്ലം ഓർ ഓപ്പർച്യൂണിറ്റി. എന്താണ് പ്രശ്നം എന്ന് കൃത്യമായിട്ട് നോക്കി. ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് എന്താണ് നമുക്ക് ഉണ്ടാകേണ്ടത്, ഡിറ്റർമൈൻ എന്താണെന്ന് നമ്മൾ
ഒബ്ജക്റ്റീവ് ലക്ഷ്യം കാണുന്നു. ദെൻ ഡെവലപ്പ് ആൾട്ടർനേറ്റീവ്സ്. ഇതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ എത്താൻ പറ്റും, ഏതൊക്കെ മാർഗ്ഗത്തിലൂടെ നമുക്ക് എത്താൻ പറ്റും എന്ന് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കുന്നു. ഇവാലുവേറ്റ് ആൾട്ടർനേറ്റീവ്സ്. എന്നിട്ട് നമുക്ക് ഉള്ള മാർഗ്ഗങ്ങൾ ഓരോന്ന് നമ്മൾ നോക്കും. ഈ മാർഗ്ഗം പോയാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആ മാർഗ്ഗത്തിലൂടെ നീങ്ങിയാൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് ഉള്ളത്, ഓരോ മാർഗ്ഗം നോക്കും. എന്നിട്ട് ഒന്ന് ചൂസ് ദി ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇംപ്ലിമെൻറ്റ് ദ ചൂസൺ ആൾട്ടർനേറ്റീവ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ദെൻ ഇവാലുവേറ്റ് ദ റിസൾട്ട്. എന്നിട്ട് ആ റിസൾട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവാലുവേഷൻ ചെയ്യുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് ഫോർവേഡ് പ്ലാനിങ്. ഫോർവേഡ് പ്ലാനിങ് എന്താണ്? ഫോർവേഡ് പ്ലാനിങ് സിംപ്ലി റെഫേഴ്സ് ടു ഫോർമേഷൻ ഓഫ് ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻ. എന്താണ്? ഭാവിയിലേക്കുള്ള ബിസിനസ് പ്ലാനുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് സിമ്പിളായിക്കൊണ്ട് പറഞ്ഞാൽ ഫോർവേഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഈസ് അൺസർട്ടൻ, അല്ലെ? ഭാവി എന്താവും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ കൊറോണ വരുന്നതിന് മുമ്പായിക്കൊണ്ട് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ ഒരു 4-5 മാസം നമ്മൾ വീടിൻ്റെ അകത്തളത്തിൽ മാത്രം ഒതുങ്ങി കഴിയേണ്ടി വരുമെന്നുള്ളത്? നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ എൻ്റെ കലാലയ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ക്ലാസ് റൂം മുറികൾ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ എങ്ങനെ ആകും എന്നുള്ളത്? എൻ്റെ കോളേജ് സ്റ്റാർട്ട് എങ്ങനെയായിരിക്കും എന്ന് +2 തുടങ്ങുന്ന സമയത്തും നമുക്ക് ഓർത്തിട്ടുണ്ടാവില്ല, അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്, ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ. ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് റിക്വയർസ് അറ്റ്മോസ്റ്റ് കെയർ ആൻഡ് പ്രുഡൻസ് ഓൺ ദി പാർട്ട് ഓഫ് ഡിസിഷൻ മേക്കർ. അപ്പോൾ കൃത്യമായിട്ടുള്ള ശ്രദ്ധയും കാര്യങ്ങളും എന്ത് കൊടുക്കേണ്ടി വരും? തീരുമാനം എടുക്കുന്ന സമയത്ത്, ഭാവിയെ കുറിച്ച് തീരുമാനം എടുക്കുന്ന സമയത്ത് കൊടുക്കേണ്ടി വരും. ഫോർവേഡ് പ്ലാനിങ് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ഡിസിഷൻ മേക്കിംഗ്. രണ്ടും ഒരേപോലെ തന്നെ ഹാൻഡ് ഇൻ ഹാൻഡ്. രണ്ട് കൈ ഒരു കൈ നമ്മൾ ഒരു രണ്ട് വശങ്ങളാണ് ഇതിൻ്റെ. ഫോർവേഡ് പ്ലാനിങ് എന്നതിലേക്ക് നയിക്കുന്നു, ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്തിക്കുന്നു. എ സ്മാൾ മിസ്റ്റേക്ക് ഇൻ പ്രഡിക്ഷൻ കാൻ റിസൾട്ട് ഇൻ കൊളാപ്സ് ഇൻ ഹ്യൂജ് ലോസ് ഫോർ ബിസിനസ്. ഈ ഡെസിഷൻ മേക്കിങ്ങിൽ, ഫോർവേഡ് പ്ലാനിങ്ങിലൊക്കെ ചെറിയൊരു പ്രഡിക്ഷനിൽ, നമ്മൾ കാൽക്കുലേഷനിൽ ചെറിയൊരു പാളിച്ചുണ്ടായാൽ തന്നെ എന്തേക്കുന്നു, വലിയ നഷ്ടത്തിലേക്ക് അത് നയിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഫോർവേഡ് പ്ലാനിങ്ങിൽ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഫോർവേഡ് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബിസിനസ്സിൻ്റെ കൃത്യമായിട്ടുള്ള വിജയത്തിനും നിലനിൽപ്പിനൊക്കെ കൃത്യമായ രീതിയിൽ നമുക്ക് ബിസിനസ്സിനെ ആസൂത്രണം ചെയ്യണമെങ്കിലൊക്കെ ഫോർവേഡ് പ്ലാനിങ് അത്യാവശ്യമാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.